ആം ആദ്മി പാർട്ടിയുടെ നെടുന്തൂണുകളായിരുന്ന രാജ്യസഭ എംപിമാർ കൂട്ടത്തോടെ പാർട്ടി വിട്ടതിന് പിന്നാലെ പഞ്ചാബിലെ ഭരണത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള വലിയ കൂടുമാറ്റത്തിന് വഴിതെളിയുന്നതായാണ് റിപ്പോർട്ടുകൾ. പാർട്ടിയുടെ യുവമുഖമായിരുന്ന രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ 7 രാജ്യസഭാ എംപിമാർ BJP-യിൽ ചേർന്നത് പാർട്ടിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എംപിമാർക്ക് പിന്നാലെ പഞ്ചാബിലെ 60-ലധികം MLA-മാരും തന്നോടൊപ്പം BJP-യിലേക്ക് വരുമെന്ന് രാഘവ് ചദ്ദ അവകാശപ്പെട്ടതോടെ പഞ്ചാബ് സർക്കാർ വീഴുമോ എന്ന ആശങ്ക ശക്തമായി. പഞ്ചാബിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഇത്രയും വലിയൊരു തിരിച്ചടി തടയാൻ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ AAP ഹൈക്കമാൻഡ് അതീവ ജാഗ്രതയോടുള്ള പ്രതിരോധ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കാലുമാറ്റമായി ഈ സംഭവത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് രാജ്യസഭയിൽ സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന പ്രമുഖ നേതാക്കൾ കൂട്ടത്തോടെ BJP-യിൽ ചേർന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ആകെ 10 രാജ്യസഭാ എംപിമാരുള്ള ആം ആദ്മി പാർട്ടിയിൽ 7 പേരാണ് BJP-യുമായി കൈകോർത്തത്. രാഘവ് ചദ്ദ, ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, സന്ദീപ് പഥക്, അശോക് മിത്തൽ, വിക്രം സാഹിനി, രജീന്ദ്ര ഗുപ്ത എന്നിവരാണ് പാർട്ടി വിട്ടത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കപ്പെടാതിരിക്കാൻ 2/3 ഭാഗം എംപിമാരുടെ പിന്തുണ ആവശ്യമാണ്. 10-ൽ 7 പേരും BJP-യിലേക്ക് മാറിയ സാഹചര്യത്തിൽ അയോഗ്യതാ ഭീഷണി ഒഴിവാക്കി BJP-യുമായി ലയിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് രാഘവ് ചദ്ദ അവകാശപ്പെടുന്നു. MP സ്ഥാനത്ത് നിന്ന് രാജിവെക്കാതെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി രാഘവ് ചദ്ദ ഉൾപ്പെടെ 3 പേരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് AAP നേതൃത്വം രാജ്യസഭാ ചെയർമാന് കത്ത് നൽകിയിട്ടുണ്ട്. നേതാക്കളുടെ ഈ വലിയ മാറ്റത്തിന് പിന്നിൽ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണെന്ന് AAP ആരോപിക്കുന്നു. പ്രത്യേകിച്ച് അശോക് മിത്തലിന്റെ സ്ഥാപനത്തിൽ അടുത്തിടെ നടന്ന ED റെയ്ഡ് ഇത്തരം നീക്കങ്ങൾക്ക് കാരണമായതായാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്യസഭ എംപിമാരുടെ കൂടുമാറ്റത്തിന് പിന്നാലെ പഞ്ചാബ് നിയമസഭയിലും AAP വലിയ പിളർപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. BJP-യിൽ ചേർന്ന രാഘവ് ചദ്ദ തനിക്ക് 60-ലധികം MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് പരസ്യമായി അവകാശപ്പെടുന്നു. 117 അംഗമുള്ള പഞ്ചാബ് നിയമസഭയിൽ ഭരണം നിലനിർത്താൻ 59 പേരുടെ പിന്തുണയാണ് വേണ്ടത്. രാഘവ് ചദ്ദയുടെ അവകാശവാദം ശരിയാണെങ്കിൽ ഭഗവത് മാൻ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട്. AAP സംഘടനാ ജനറൽ സെക്രട്ടറി സന്ദീപ് പഥക് പഞ്ചാബ് മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതായി പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ അധികാര തർക്കമാണ് പല പ്രമുഖരെയും പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത്. രാഘവ് ചദ്ദയും സ്വാതി മലിവാളും BJP നേതൃത്വവുമായി നേരത്തെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നുവെന്നാണ് AAP ഹൈക്കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണകക്ഷിയിലെ ഈ വിള്ളൽ മുതലെടുക്കാനാണ് BJP നീക്കം. എന്നാൽ ഈ കൂടുമാറ്റം സ്വമേധയാ ഉള്ളതല്ലെന്നും മറിച്ച് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഭീഷണിയുടെ ഫലമാണെന്നും AAP ആരോപിക്കുന്നു. ഉദാഹരണത്തിന് അശോക് മിത്തൽ പാർട്ടി വിടാൻ കാരണം അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നടന്ന ED റെയ്ഡാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടിക്കുള്ളിലെ കൊഴിഞ്ഞുപോക്ക് തടയാനും സർക്കാരിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാനും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ അതിവേഗത്തിലുള്ള ഇടപെടലുകളാണ് നടക്കുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരാൻ സാധ്യതയുണ്ട്. നിലവിൽ കൂറുമാറ്റ ഭീഷണി നേരിടുന്ന MLA-മാരെ നേരിൽ കണ്ട് സംസാരിക്കാനും അവരുടെ പരാതികൾ പരിഹരിക്കാനുമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. BJP പണം നൽകിയും ഭീഷണിപ്പെടുത്തിയുമാണ് MLA-മാരെ വശീകരിക്കുന്നതെന്ന് AAP ആരോപിക്കുന്നു. BJP വീണ്ടും ജനങ്ങളെ ചതിക്കുകയാണെന്നും ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഓപ്പറേഷൻ ലോട്ടസ് ആണെന്നും സഞ്ജയ് സിംഗ് കുറ്റപ്പെടുത്തി. BJP-യിൽ ചേർന്ന രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള 3 MPമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടി ഇതിനോടകം തന്നെ രാജ്യസഭാ ചെയർമാന് കത്ത് നൽകി കഴിഞ്ഞു. നിയമപരമായ ഈ നീക്കത്തിലൂടെ മറ്റ് അംഗങ്ങളെ കൊഴിഞ്ഞുപോക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് AAP ശ്രമിക്കുന്നത്. പഞ്ചാബിലെ ഭരണത്തിന് ഭീഷണിയില്ലെന്ന് ജനങ്ങളെയും അണികളെയും ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രചരണങ്ങൾക്കും പാർട്ടി തുടക്കം കുറിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ ജനങ്ങൾ ഈ വഞ്ചനയ്ക്ക് BJP-ക്ക് മാപ്പ് നൽകില്ലെന്ന വൈകാരികമായ പ്രചാരണവും പാർട്ടി സോഷ്യൽ മീഡിയയിൽ സജീവമാക്കിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിലനിൽപ്പ് പോരാട്ടത്തിലൂടെയാണ് പാർട്ടി ഇപ്പോൾ കടന്നുപോകുന്നത്. രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ നടന്ന ഈ രാഷ്ട്രീയ അട്ടിമറി പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. പഞ്ചാബിൽ 60-ലധികം MLA-മാരുടെ പിന്തുണയുണ്ടെന്ന രാഘവ് ചദ്ദയുടെ അവകാശവാദം ശരിയാണെങ്കിൽ ഭഗവത് മാൻ സർക്കാരിന്റെ നിലനിൽപ്പ് തുലാസിലാകും. ഭരണം നിലനിർത്താൻ ആവശ്യമായ 59 പേരുടെ പിന്തുണ AAP-ക്ക് നഷ്ടപ്പെടുന്നത് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭരണപ്രതിസന്ധിക്ക് കാരണമായേക്കാം. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ തന്നെ BJP-യിലേക്ക് ചേക്കേറുന്നത് വോട്ടർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. പഞ്ചാബിലെ ജനങ്ങൾ ഈ വഞ്ചനയ്ക്ക് മാപ്പ് നൽകില്ലെന്ന് AAP നേതൃത്വം വൈകാരികമായി പ്രതികരിക്കുമ്പോഴും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മവീര്യം വീണ്ടെടുക്കുക എന്നത് കെജ്രിവാളിന് വലിയ വെല്ലുവിളിയാണ്. ഓപ്പറേഷൻ ലോട്ടസ് എന്ന് AAP വിശേഷിപ്പിക്കുന്ന ഈ നീക്കം ദേശീയ തലത്തിൽ BJP-യുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ AAP എന്ന ബദൽ രാഷ്ട്രീയ ശക്തിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. MPമാരെ അയോഗ്യരാക്കണമെന്ന AAP-യുടെ നിലപാട് പോലും വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. ചുരുക്കത്തിൽ പഞ്ചാബ് ഭരണത്തെയും പാർട്ടിയുടെ ദേശീയ പ്രതിച്ഛായയെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെ അരവിന്ദ് കെജ്രിവാൾ എങ്ങനെ അതിജീവിക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്.